ഈ 2017 കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട സംഭവം ഒരുപക്ഷെ മലയാളികൾ ഇപ്പോഴും വേദനയോടെയാണ് അത് ഓർക്കുന്നത്. ഇപ്പോൾ കോൺക്ലേവ് നടക്കുന്ന ഘട്ടത്തിലും ആ കുട്ടിക്ക് നീതി ലഭിച്ചില്ല എന്നൊരു തോന്നലുണ്ടോ? കാരണം കേസ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഒരു കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തെപ്പറ്റി ഞാനിപ്പോൾ ഒരു അഭിപ്രായം വന്നത് ശരിയല്ല. അതിൻ്റെ ഫാക്ട്സ് അങ്ങുൾപ്പെടെ അത് സംബന്ധിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി ഒരുപാട് വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന ഒരു കാര്യത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ആ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി എന്ന നിലയിൽ ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും വരുന്നത്. എന്തായാലും അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നിൽക്കുന്നു. തെറ്റുണ്ടോ ശരിയുണ്ടോ അത് കോടതി പരിശോധിക്കട്ടെ. ഉചിതമായ തീരുമാനം ബഹുമാനപ്പെട്ട കോടതി എടുക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് മാത്രമല്ല ഈ രാജ്യത്ത് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ സംഭവത്തിൽ എന്താ പറയുന്നത്, ഇരയായ പെൺകുട്ടി, ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മകളാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിയാണ്. നാളെയും നമ്മുടെ സഹോദരിമാർക്കും നമ്മുടെ മക്കൾക്കും ഈ ഇൻഡസ്ട്രിയിലല്ല ഈ സമൂഹത്തിൽ ഇത്തരം അവരുടെ കഴിവുകളെ സ്വാധീനിച്ച് എവിടെയെങ്കിലും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കേണ്ട മേഖലയിൽ അവർ ആക്രമണത്തിന് വിധേയരായാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അംഗീകരിക്കുന്ന വിഷയം ഉദിക്കുന്നില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിൻ്റെ മനസ്സെത്താൻ ഒരു പക്ഷേങ്കിൽ അതിനുശേഷം വനിതാ പ്രവർത്തകർ സിനിമാ രംഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനം, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹേമ കമ്മിറ്റി രൂപീകരണം, അതിൻ്റെ പരിശോധനകൾ ഒക്കെ ഈ മേഖലയിൽ നടന്നിട്ടുള്ള ചില തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ആരംഭിച്ചതാണെന്ന് സംശയം വേണ്ട. അത് കാർക്കശ്യമായി പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ അനുവദിക്കില്ല. അത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമാണ്. അത് ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് മാറുമെന്നാണ്.